കവിതതൻ താളുകളിൽ നീ ഇനിയും ഒരു നിശബ്ദ മേഘമായി പെയ്തൊഴിയ സങ്കടങ്ങളെല്ലാം ഹൃദയത്തിൻ കോണിൽ അലയുകയായി. ഓ, ഇങ്ങനൊക്കെ എഴുതാനാകുമോ? സി കെ, നീ എവിടെയാ മറഞ്ഞിരിക്കുന്നേ? നീ ആരാ? നീ ഇപ്പോ എവിടെയായിരിക്കും? കോഫി ഷോപ്പിലിരുന്ന് മഴ ആസ്വദിച്ച് കവിത എഴുതുമായിരിക്കോ? അല്ലെങ്കിൽ ജനാലയിലൂടെ ഹെഡ്ഫോൺ ചെവിയിൽ വെച്ച് ആകാശം നോക്കി ഇരിക്കുമായിരിക്കോ? എനിക്ക് വയ്യ. ഇത്രയും ഫീലുള്ള വരികൾ എഴുതാൻ നീ ആരെയെങ്കിലും മിസ് ചെയ്യുന്നുണ്ടോ സി കെ? സി കെ, നിന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി ഞാനാണെന്ന് നീ അറിയുന്നുണ്ടോ? അവന്റെ ഫേവറേറ്റ് കളർ എന്താവും? അവന്റെ ചിരി ക്യൂട്ടായിരിക്കോ? തേങ്ങാക്കോല. മമ്മിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാതെ എന്റെ റൂമിൽ കയറരുതെന്ന്. ഇതെന്താ വല്ല അധോലോകവുമാണോ അനുവാദം ചോദിച്ചിട്ട് അകത്ത് വരാൻ? മമ്മി ഒന്ന് ശല്യപ്പെടുത്താതെ പോകുന്നുണ്ടോ? ഓ, പഠിക്കാനല്ലല്ലോ, കവിത വായിക്കാനല്ലേ? അതൊന്നും പോട്ടെ, കുഴപ്പമില്ല. അവളും അവളുടെ ഒരു ഉണക്ക. മമ്മി എന്നെ എന്താണെങ്കിലും പറഞ്ഞു, പക്ഷെ എന്റെ കവിതകളെ പറഞ്ഞാലുണ്ടല്ലോ. നിന്റെ കവിതകളോ? നീ എഴുതിയതാണോ ഇത്? ഞാൻ എഴുതിയില്ലേലും ഞാൻ എഴുതിയ പോലെ തന്നെയാ. ഓ പ്രാന്തി, ഇതെന്നാ നിന്റെ ബുക്ക് നിറയെ സി കെ എന്ന് എഴുതി വെച്ചിരിക്കുന്നേ? അത് കെമിസ്ട്രിയുടെ ഫോർമുലയാ. ഓഹോ, അപ്പൊ എന്റെ കാന്താരിക്ക് പഠിക്കാനും അറിയാം. ബുക്ക് ഓഫ് ചെയ്യാൻ മറന്നുപോയി. മോളിരുന്ന് പഠിക്കാം. മമ്മി പറഞ്ഞിട്ട് പഠിച്ചില്ലെന്ന് വേണ്ട. സി കെ, സി കെ, സി കെ, സി കെ, സി കെ. സി കെ, നിങ്ങൾ അറിയുന്നുണ്ടോ ലോകത്തിന്റെ ഏതോ കോണിൽ നിങ്ങളെ ആരാധിച്ചുകൊണ്ട് ഒരു പെണ്ണിരിക്കുന്ന കാര്യം? മോളെ വേദേ, ഇങ്ങോട്ടൊന്ന് വന്നേ. വളർന്നെങ്കിലും കുട്ടിത്തം മാറിയിട്ടില്ലേ? അത് പിന്നെ ഒറ്റ കുട്ടിയല്ലേ, അങ്ങനെ വരൂ. നമുക്കെല്ലാം ശരിയാക്കാം. അച്ഛാ വിളിച്ചോ? ദ ബ്രോക്കർ വന്നിരിക്കുന്നു. നല്ലൊരു ആലോചനയുണ്ട് കയ്യിൽ. അച്ഛാ, എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട. നീ പിന്നെ എന്താ സന്യസിക്കാൻ പോവാണോ? മമ്മി, എവിടുന്നാ ചെറുക്കൻ? എന്താ ജോലി? ചെറുക്കൻ വാടാനപ്പള്ളിന്നാ. നല്ല ഉദ്യോഗമാ, ഗവൺമെന്റേ. അങ്ങനെ കവിത എഴുതോ? എന്താ? കവിത എഴുതാൻ അറിയോന്ന് ഈ പറഞ്ഞ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്? അതറിയില്ലെന്നാ തോന്നണേ. അവർക്ക് എവിടെ കവിത എഴുതാൻ നേരം? എന്നാലേ ഞാൻ കവിത എഴുതുന്ന ആളെ കേട്ടു. നിങ്ങൾ പോയി അങ്ങനെ ഒരാളെ തപ്പിക്കൊണ്ടുവാ. സാറ് കുട്ടിത്തം കൂടുതലാണെന്ന് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എന്റെ വേദക്കുട്ടി സ്വപ്നം കാണുവാണോ? എന്റെ സീക്കേ. ഓ, തുടങ്ങി. പൂജ, ഇത് നോക്ക്. നിന്റെ നിശബ്ദതയിൽ ഞാൻ എന്നെ കണ്ടെത്തി. വാവ്, നീ ഇങ്ങനെയൊക്കെ എഴുതുന്ന ആ മനുഷ്യൻ റിയൽ ലൈഫിൽ എത്ര ഡീപ്പായിരിക്കും. നീ ചിന്തിക്കുന്ന പോലൊന്നും ആവില്ല ചിലപ്പോ. വേലയും കൂലി ഇല്ലാത്തവനോ മറ്റോ ആയിരിക്കും. പോടി, നിനക്ക് കലാകാരന്മാരോട് റെസ്പെക്ട് ഇല്ല. പൂജ, എനിക്ക് എങ്ങനെയെങ്കിലും ഈ സീക്കയെ കണ്ടെത്തണം. ഓ, അത്രയ്ക്ക് അസ്ഥിക്ക് പിടിച്ച പ്രണയമാണോ? ആണെന്ന് വെച്ചോ. എങ്ങനെയാ ആളെ ഒന്ന് കണ്ടുപിടിക്കുക? എനിക്കറിയാലോ. പത്രത്തിൽ വല്ല പരസ്യം കൊടുക്കാം. നിന്റെ മോന്ത വെച്ച് കൊടുത്താ മതിയോ? ഇടി മുഖം വേണ്ടേ? അതും ശരിയാണല്ലോ. പിന്നെ എന്ത് ചെയ്യും? എനിക്ക് ക്ലൂ അറിയില്ല. ആളുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ആള് ഒരൊറ്റ വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ളൂ. എവിടെ കാണട്ടെ? ഇതാ നോക്ക്, ലൈബ്രറിയാണ്. കോളേജോ മറ്റോ ആണോ? കണ്ടിട്ട് കോളേജ് ലൈബ്രറി പോലെ തന്നെ ഉണ്ട്. ഏത് കോളേജ് ആയിരിക്കും? ഭഗവതിയെ രക്ഷിക്കണേ, എന്തെങ്കിലും ഒരു ക്ലൂ തരണേ. വേദ നോക്ക്, ഈ സിംബൽ, ഇത് NSS കോളേജാണ്. ഞാൻ പണ്ട് ഒരിക്കൽ ചേട്ടന്റെ കൂടെ അവിടെ പോയിട്ടുണ്ട്. ഓ, എന്റെ മുത്തേ. സീക്കെ, ഞാൻ നിന്നെ തേടി വരുവാ. നമുക്ക് നാളെ തന്നെ ആ കോളേജിലേക്ക് പോകണം. എന്റെ സീക്കനെ കണ്ടുപിടിക്കണം. ഇത് നല്ല വലിയ കോളേജാണല്ലോ വേദേ. നമ്മുടെ ഉണക്ക കോളേജ് പോലെയല്ല. പൂജ, നിക്കേ. ഇതാ നോക്ക്, ഇവിടെയൊക്കെ കൂടി അവൻ നടന്നിട്ടുണ്ടാകും. ഈ സെയിം മഴ തന്നെയായിരിക്കും അവനും ഇപ്പോൾ കാണുന്നത്. ഞാൻ അത്രയും അടുത്തെത്തി പൂജ. എവിടെയായിരിക്കും ലൈബ്രറി? വാ, ചോദിച്ചു നോക്കാം. അതെ, ഈ ലൈബ്രറി എവിടെയാ? ദാ നേരെ പോയി ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാ മതി. വേദ, ദാ അവിടെയാ, വേഗം വാ. പൂജ,
എനിക്ക് എനിക്ക് എന്തോ ഒരു ടെൻഷൻ. നമുക്ക് തിരിച്ചു പോയാലോ? അതിനാണോ ഇവിടെ വരെ വന്നത്? ദാ ആ വാതിലിനപ്പുറം നീ ആരാധിക്കുന്ന വ്യക്തിയുണ്ട്. ശോ, ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് ശരിയാക്കട്ടെ. നീ കാവ്യയെ കാണാനാണോ പെണ്ണ് കാണാനാണോ പോണേ? ഒന്ന് പോടി, എന്റെ ടെൻഷൻ എനിക്കറിയൂ. പൂജ, ഇത് ഒരുപാട് പേരുണ്ടല്ലോ. ഇവരിൽ ആരാവും? വാ, ഇറങ്ങി നോക്കണം, അല്ലാതെ. ഇവരിൽ ഒരാളായി അവൻ ഉണ്ടാകും. ഞാൻ വായിച്ച എല്ലാ വരികൾക്കും പിന്നിൽ നിന്ന മനുഷ്യൻ. പൂജ, പൂജ, ദാ ആ ബുക്ക്. ഹൃദയത്തിൽ നിഴൽ. ദാ അവിടെ. പൊന്നി, എന്നാ ലുക്കാടി. ചെല്ലടി, ചെന്ന് സംസാരിക്കും. ഹായ്. എന്താ, എന്തെങ്കിലും തപ്പുവാണോ? തപ്പുകയല്ല, കണ്ടെത്തിയിരിക്കുന്നു. ഹൃദയത്തിൽ നിഴൽ എഴുതിയ ആ മഹാകവി നിങ്ങളല്ലേ? ഹൃദയത്തിൽ നിഴലോ? അത് വല്ല സ്കാൻ ചെയ്ത് നോക്കേണ്ടി വരും. പുതിയ എന്തോ അസുഖമാണല്ലോ. പാവം, രോഗിയാണോ? ഞാൻ ഒരുപാട് കാലമായി കാണാൻ കൊതിച്ച ഒരു മുഖമായത്. എന്റെയോ? എന്റെ ദൈവമേ, ഇത് സ്വപ്നം വല്ലതുമാണോ? ഇവൾക്ക് എന്തോ കുഴപ്പമുണ്ട്. എന്നാലും ഒരു പെങ്കൊച്ചൊരു സുപ്രഭാതത്തിൽ ചാടിക്കേറി വന്ന് ആരാധികയാണെന്നൊക്കെ പറയുമ്പോ ഒരു സുഖമൊക്കെ ഉണ്ട്. സത്യം, ഞാൻ നിങ്ങളുടെ ഒരു ആരാധികയാണ്. നിശബ്ദതയുടെ നിറമെന്താണ്? എന്നാൽ നിങ്ങളുടെ ആ ചോദ്യം എന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. അത് പിന്നെ നിശബ്ദതയുടെ നിറം ഞാൻ ഉദ്ദേശിച്ചത് ഒരു ലൈറ്റ് യെല്ലോ കളറാണ്. എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? തമാശക്കാരനാണല്ലേ. എടാ, ഇവരൊക്കെ ആരാ? ഇവരൊക്കെ എന്റെ ആരാധികമാരാ. ആരാധികമാരോ? നീ എന്തോ ലൊക്കെ എഴുതിയിട്ടാ? മിണ്ടാ തിരിയടാ, നീ കൂടെ നിന്നാ മതി. അതെ, എന്റെ ഈ ഡയറിയിൽ ഒരു വരി എഴുതി തരാമോ? ഓ ഷ്യൂർ. സാർ, ഇത് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കും. കോളടിച്ചല്ലോ മോളെ. ആൾക്ക് ഒറ്റ നോട്ടത്തിൽ ആരാധികയുടെ ക്രഷ് അടിച്ചെന്ന് തോന്നുന്നു. ഹായ് സി.കെ. ഹേ ആരാധികേ. സാർ, എന്റെ പേര് വേദ എന്നാണ്. ഓ വേദ, നൈസ് നെയിം. ആളെപ്പോലെ തന്നെ. സി.കെ, നിങ്ങൾ എഴുതുമ്പോ ആ ഫീൽ എങ്ങനെയാണ് വരുന്നത്? ഐ മീൻ, വാട്ട് ഈസ് ദ പ്രോസസ്? പ്രോസസ്? അത് കുറച്ച് കഠിനമാണ്. ഞാൻ എഴുതാനിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പുഴയും കാറ്റും മലയും ഒക്കെ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് ഇരച്ചു കയറും. അപ്പോ എന്റെ കയ്യിലുള്ള ഈ പേന, ഇത് വെറും പേനയല്ല, ഇതൊരു ആന്റിനയാണ്. അതെന്താ, ഡിഷ് ടിവിയുടെ ആന്റിനെ പോലെ വല്ലതുമാണോ? ഞാൻ ഉദ്ദേശിച്ചത് കോസ്മിക് കണക്ഷൻ ഉള്ള ആന്റിന. ആ ഹരി, നീ പോയി ആ ഡ്രാഫ്റ്റ് എടുത്തോണ്ട് വാ. നമ്മൾ ഇന്നലെ എഴുതിയ UPMU അതെടുത്തോണ്ട് വാ. എടാ, അത് UPMU അല്ല, ഉപ്പുമുളകുമാണ്. കറി വെക്കുന്നതിനെ പറ്റി. കണ്ടോ, നിന്നെ പോലുള്ള ലോ ലെവൽ തിങ്കേഴ്സ് ആണ് കലാലോകത്തിന്റെ ശാപം. സാറിന്റെ ബുക്കിലെ ഒരു വരി എന്നെ വല്ലാതെ അട്രാക്ട് ചെയ്തു. കൊയ്തെടുക്കാത്ത സ്വപ്നങ്ങൾ തൻ പാടത്തിലെ കടലാസ് തോണികൾ നാം. യാ. ഈ വരികളുടെ അർത്ഥം മനസ്സിലായോ? ഇല്ല, പക്ഷേ എന്തോ സങ്കടം തോന്നുന്നു. അത് തന്നെയാണ് പോയിന്റ്. അർത്ഥം മനസ്സിലാവാത്ത കാര്യം മനസ്സിലായി എന്ന് തുടങ്ങുന്നിടത്ത് ആർട്ട് തുടങ്ങുന്നു. ഹരി, ഞാൻ ഈ വരി എഴുതി അന്ന് രാത്രി ഞാൻ എന്താ കഴിച്ചത്? നീയല്ലേ 3 പൊറോട്ടയും ബീഫും കഴിച്ചിട്ട് നെഞ്ചരിച്ചില്ല എന്ന് പറഞ്ഞ് കരയുകയായിരുന്നു. കണ്ടോ, അത് ബീഫ് ആയിരുന്നില്ല, അത് ഈ ലോകത്തിന്റെ വേദന ഞാൻ ഭക്ഷിച്ചതാണ്. നീ ആരാ നരഭോജിയ? ആ നെഞ്ചരിച്ചിലാണ് ഇപ്പോ ഈ കവിതയായി നിങ്ങൾ വായിക്കുന്നത്.
നോക്കുന്നേ? സീക്കെ, അത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. അതിനെന്തിനാ ഒരു മുഖവരി? നമുക്കൊന്ന് നടന്നാലോ? വേണ്ട, എനിക്ക് ഇവിടെയാണ് കംഫോർട്ട്. അല്ല, എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞേ. ഞാൻ ഒരുപാട് ചിന്തിച്ചു. സീക്കെ, നിങ്ങളുടെ കവിതകൾ വായിച്ചാണ് ആദ്യമായി ഞാൻ നിന്നെ കുറിച്ച് അറിഞ്ഞത്. അതൊക്കെ വായിച്ചപ്പോ ആരാധനയായിരുന്നു ഇത്രയും മനോഹരമായി ഇതെഴുതിയ ആ ആളോട്. പക്ഷെ നിന്നെ കണ്ട് നിന്നോടുകൂടി നടക്കുകയും സംസാരിക്കുകയും ചെയ്തപ്പോ ആ ആരാധനയുടെ ഡീപ്നെസ് കൂടി. അത് ഇഷ്ടത്തിലേക്ക് വഴിമാറിയോ എന്നൊരു ഡൗട്ട്. എനിക്ക് എനിക്ക് തന്നെ ഇഷ്ടമാ. വായിച്ച കവിതയെയല്ല, അത് എഴുതിയ ആളെയാണ് എനിക്കിപ്പോ കൂടുതൽ ഇഷ്ടം. എന്താ ഒന്നും മിണ്ടാത്തെ? വേദ, അത് നീ എന്നോട് ഒരിക്കലും അത് പറയരുതായിരുന്നു. ഞാൻ നിന്നോട് വലിയ തെറ്റാ ചെയ്തേ. എന്റെ ജീവിതം പോലും ഒരു അഭിനയമാണ് വേദ. ഞാൻ ഇങ്ങനൊന്നും അല്ല. നീ കാണുന്നതല്ല ഞാൻ. സീക്കെ, എന്താണ് ഈ പറയുന്നത്? നീ ഒരു കവിയാണ്, മനുഷ്യന്റെ നോവ് അറിയുന്നവൻ. എനിക്ക് നിന്നെ വിശ്വാസമാ. വിശ്വസിക്കരുത് വേദ, നീ ഒരു പാവമാണ്. പക്ഷെ ഞാൻ നിന്റെ മുന്നിൽ നിൽക്കുന്നത് പോലും ഒരു മാസ്ക് ഇട്ടുകൊണ്ടാ. നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് കേൾക്കുമ്പോ സന്തോഷിക്കേണ്ടവനാണ് ഞാൻ. പക്ഷെ എന്റെ നെഞ്ചിൽ വലിയൊരു ഭാരമാ. എന്താ സീക്കെ, നിന്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലും സങ്കടമുണ്ടോ? എന്നോട് പറ. എന്നെ ഇപ്പോ നീ സ്നേഹിക്കുന്നത് ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താ. അറിയാം, ഞാനും അറിഞ്ഞുകൊണ്ട് അതിൽ തെറ്റ് ചെയ്തു. എന്ത് തെറ്റിദ്ധാരണ? നീ വെറുതെ ആവശ്യമില്ലാത്തത് പറയണ്ട. ഞാൻ പറയട്ടെ വേദ, നീ ആരാധിച്ച, നീ സ്നേഹിച്ച സീക്കെ, അത് ഞാനല്ല. എന്താ എന്താ പറഞ്ഞേ? നീ അല്ലെന്നോ? എനിക്കിതിന്റെ സത്യം അറിയണം. എഴുന്നേൽക്കടാ. എന്നെ ചതിച്ചിട്ടിരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? എഴുന്നേൽക്കാൻ. അവന് എഴുന്നേൽക്കാൻ സാധിക്കില്ല. എന്താ? ആറ് മാസങ്ങൾക്ക് മുൻപ് നടന്ന ഒരു ആക്സിഡന്റിൽ അവന്റെ 2 കാലം മുറിച്ചു കളയേണ്ടി വന്നു. താൻ നടക്കാൻ വിളിക്കുമ്പോഴൊക്കെ അവൻ നോ പറഞ്ഞതിന്റെ റീസൺ അതായിരുന്നു. നോ വേദ, അങ്ങനെ പറയരുത്. ഞാനല്ല, എന്നിലേക്ക് നീയാണ് ഇടിച്ചു കയറി വന്നത്. എനിക്ക് പറയാനൊരവസരവും നീ തന്നില്ല. ഓ, ന്യായീകരിക്കാൻ കാര്യങ്ങളുണ്ടല്ലോ. എനിക്കൊന്നും പറയാനില്ല. പറയണം, എനിക്കറിയണം. സീക്കെ, സീക്കെ ആരാ? സീക്കെ, അത് ഹരിയാണ്. വാവ്, 2 പേരും ചേർന്ന് നന്നായി നാടകം കളിച്ചു. എന്നെ പൊട്ടിയാക്കി. വേദ, ഇനി അവനെ വിളിക്കരുത്. വേദ പ്ലീസ്, ഒരു മിനിറ്റ് ഒന്ന് നിൽക്കാമോ? ഇനി എന്താ പറയാനുള്ളേ? ഇത്രയും നാൾ ഫോളാക്കിയത് എക്സ്പ്ലെയിൻ ചെയ്യാനാണോ? അവൻ ചെയ്തത് റൈറ്റ് ആണെന്ന് പറയാൻ വന്നതല്ല. കാരണം അത് തെറ്റ് തന്നെയാ. പക്ഷെ ഇവന്റെ പേര് പറഞ്ഞില്ലല്ലോ. സൂരജ് മേനോൻ, അതാണ് അവന്റെ റിയൽ നെയിം. ഇപ്പോൾ നീ ഈ കാണുന്ന സൂരജിനെ നോക്കി മാത്രം അവനെ നീ ജഡ്ജ് ചെയ്യരുത്. കാരണം ആക്സിഡന്റിന് മുൻപ് അവൻ എങ്ങനെയായിരുന്നു എന്ന് നിനക്കറിയില്ല. കോളേജിൽ സൂരജ് ഒരു ഹീറോ ആയിരുന്നു. അവനെ ചുറ്റിപ്പറ്റി എപ്പോഴും ആളുകൾ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഗേൾസ്. ആളിങ്ങനെ പറന്ന് നടക്കും. ഓരോ വീക്കും ഓരോ ക്രഷ്, പാർട്ടി, ക്ലബ്. ചുരുക്കി പറഞ്ഞ ഈ കോളേജിലെ ഒരു കിങ് തന്നെയായിരുന്നു. പക്ഷേ ആക്സിഡന്റിന് ശേഷം ഒരു ദിവസം കൊണ്ട് എല്ലാം മാറി മറിഞ്ഞു. ആദ്യം ഹോസ്പിറ്റലിൽ എല്ലാവരും ഉണ്ടായിരുന്നു. ഫ്രണ്ട്സ്, കോൾസ്, മെസ്സേജസ്, ടേക്ക് കെയർ, യു വിൽ ബി ഓക്കെ എന്നൊക്കെ പറഞ്ഞുള്ള മെസ്സേജുകൾ, കാർഡ്സ്. പക്ഷേ ആഴ്ചകൾ കടന്നുപോയപ്പോ
ആ തിരക്കൊക്കെ പതിയെ പതിയെ കുറയാൻ തുടങ്ങി. അതിനുശേഷമാ ഇവന്റെ കാലുകൾ. പിന്നീട് 3 മാസത്തോളം അവൻ മുറി വിട്ട് പുറത്തിറങ്ങിയിട്ടില്ല. കുറച്ചു നാളുകളായിട്ടുള്ളൂ വീണ്ടും ഈ കോളേജിലേക്ക്. പക്ഷേ കിങ്ങായി വിലസിയ ഈ ലോകം അവന് സമ്മാനിച്ചത് മറ്റൊന്നായിരുന്നു. വീൽചെയറിൽ ഇരിക്കുന്ന സൂരജിനെ ആർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ആദ്യമൊക്കെ ഒരു സിമ്പതി ഉണ്ടായിരുന്നു, പിന്നീട് അതും കുറഞ്ഞു. മുൻപ് അവനോട് മണിക്കൂറുകൾ സംസാരിച്ചിരുന്ന ഗേൾസ് പോലും പിന്നീട് സംസാരിക്കാതെയായി. കണ്ടാൽ മുഖം തിരിച്ചു പോവാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഇവനൊരു കുട്ടിയോട് ഇഷ്ടം തോന്നി. പറഞ്ഞു അവൻ. അവൾ എന്താ പറഞ്ഞതെന്നറിയോ? കാലില്ലാത്ത നിന്നെയൊക്കെ ആര് പ്രേമിക്കാനെന്ന്. അന്നൊരു ഡേ മുഴുവൻ റൂം അടച്ചിട്ട് കരഞ്ഞവനവൻ. നിനക്കറിയാമോ, ആദ്യമായി ഒരു പെൺകുട്ടി അവനോട് ഇങ്ങോട്ട് ഇൻട്രസ്റ്റ് കാണിച്ചപ്പോ കൊതിച്ചു പോയിട്ടുണ്ടാവും പാപം. അവന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയില്ല. അത് അവന്റെ തെറ്റ്. നിനക്കറിയോ, ഈ പെയ്യുന്ന മഴ പോലും അവൻ ഒറ്റയ്ക്ക് ആസ്വദിക്കാൻ കഴിയില്ല. എന്തൊരവസ്ഥയാ അല്ലേ? പൂജ നിക്കേ, എന്താ നോക്ക്, ഇവിടെയൊക്കെ കൂടി അവൻ നടന്നിട്ടുണ്ടാകും. ഈ സെയിം മഴ തന്നെയായിരിക്കും അവനും ഇപ്പോൾ കാണുന്നത്. എനിക്ക് നിന്നോട് ഒന്നേ പറയാനുള്ളൂ. ആളുകൾ അവനെ സിമ്പതിയോടെ നോക്കുന്നത് അവൻ സഹിക്കും. ബട്ട് അവനെ വെറുപ്പോടെ നോക്കുന്നത് അവൻ ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. എസ്പെഷ്യലി അവൻ ജെന്യുവിനായി കെയർ ചെയ്ത ഒരാൾ. അത് അവനെ അകത്തു നിന്ന് തകർക്കും. പോയി അല്ലേ? എനിക്കറിയാമായിരുന്നു, അല്ലെങ്കിലും കാലില്ലാതെ എന്നെ അവൾ പോയിട്ട് ഒരു പെണ്ണു സ്നേഹിക്കില്ല. സൂരജ്, നീ തളരരുത്, ഞാനുണ്ടടാ. തളർന്നു പോകരുതെന്നുണ്ട്, പക്ഷേ ഹരി, അവൾ നിന്നെ തേടി ഇവിടെ എത്തിയത്. അവളുടെ CK തേടി. ഹലോ വേദ, ഞാനാ സൂരജ്. എന്താ നിനക്ക് വേണ്ടേ? എനിക്ക് അവസാനമായി നിന്നെ ഒന്ന് കാണണം. എന്തിനാ? വീണ്ടും നുണകൾ പറഞ്ഞ് പിടിപ്പിക്കാനാണോ? പ്ലീസ്, ഒരു വട്ടം. നീ CK തേടിയാണ് വന്നത്. ദാ ഹരി, നിന്നെ ഇവനെ ഒരുമിക്കാനാ ഞാൻ വിളിപ്പിച്ചത്. മതി സൂരജ്, നിനക്ക് എന്തെന്നെ മരം കൊണ്ടുണ്ടാക്കിയ വല്ല പാവയായി തോന്നുന്നുണ്ടോ? വേദേ, ഞാൻ ആരെയാണ് തേടിയതെന്ന് നിനക്കറിയാമോ? ഒരു കവിയെ. അയാളുടെ വരികൾ വായിച്ചപ്പോ എനിക്ക് ഫസ്റ്റ് ടൈം ഒരാൾ എന്നെ മനസ്സിലാക്കുന്ന പോലെ തോന്നി. ആ ഫീലിങ്സിനെ വിശ്വസിച്ചാണ് ഞാൻ ഇവിടെ വരെ വന്നത്. പക്ഷെ ആ യാത്രയിൽ ഞാൻ സംസാരിച്ചത് നിന്നോടായിരുന്നു, ചിരിച്ചത് നിന്നോടായിരുന്നു. ഇപ്പോ നീ പറയുന്നത് എന്താ? CK ആക്ച്വലി മറ്റൊരാളാണ്. സോ നീ അവനെ പോയി ലവ് ചെയ്യണമെന്നോ? വേദ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല. Then what? എന്റെ ഹൃദയം ഞാൻ എന്ത് ചെയ്യണം സൂരജ്? പൊഴിച്ചു മൂടണോ? അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഷിഫ്റ്റ് ചെയ്യണോ? നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്ന ആളെ നോക്കി ഫീലിങ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഞാൻ CKയുടെ ആരാധികയായിരുന്നു, പക്ഷെ ഞാൻ സ്നേഹിച്ചത് നിന്നെയായിരുന്നു. നീ പേര് മാറ്റി പറഞ്ഞിട്ടുണ്ടാകാം, എന്നോട് പറഞ്ഞിട്ടുണ്ടാകാം, പക്ഷെ ഞാൻ നിന്നോടൊപ്പം ഉണ്ടായ ഓരോ നിമിഷവും റിയൽ ആയിരുന്നു സൂരജ്. വേദ, നിനക്കിപ്പോ തോന്നുന്നത് ഫീലിങ്സ് ആണ്. സിമ്പതിയും അറ്റാച്ച്മെന്റും മിക്സ് ആയ വെറും കൺഫ്യൂഷൻ. പക്ഷെ റിയൽ ലൈഫ് കവിത പോലെ അല്ല. എന്നെ പോലെ ഒരാളോടൊപ്പം ഫ്യൂച്ചർ ഇമാജിൻ ചെയ്യുന്നത് ഈസി അല്ല. ഇപ്പോൾ നീ ഇമോഷണലി അറ്റാച്ച്ഡ് ആണ്, അതുകൊണ്ട് എല്ലാം റൊമാൻറ്റിക് ആയി തോന്നും. പക്ഷെ കുറച്ചു നാൾ കഴിഞ്ഞാൽ നീ ടയർഡ് ആകും. നിനക്ക് നോർമൽ ആയൊരു ലൈഫ് മുന്നിലുണ്ട് വേദ. യാത്രകൾ, ഡേറ്റ്സ്. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഒന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയില്ല. നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? നീ സീരിയസ്ലി വിചാരിക്കുന്നുണ്ടോ ഞാൻ ഇതൊന്നും ആലോചിക്കാതെ ഇവിടെ വന്നതെന്ന്? ഇന്ന് ഞാൻ വീട്ടിൽ നിന്ന് എങ്ങനെ ഇറങ്ങി വന്നതെന്ന് നിനക്കറിയാമോ? നിനക്ക് ബോധമുണ്ടോ എന്താ നീ പറയുന്നതെന്ന്? നാളെ ആളുകൾ എന്ത് പറയുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എനിക്ക് ആരെയും ബോധ്യപ്പെടുത്തണ്ട.
എനിക്ക് സൂരജിനെ മാത്രം മതി. മോളെ, നീ ഇമോഷണൽ ആയി സംസാരിക്കുവാണ്. ഇപ്പോൾ നിനക്ക് അവനോട് സഹതാപം തോന്നുന്നുണ്ടാകാം, പക്ഷെ ജീവിതം മുഴുവൻ അത് ചുമക്കാൻ നിനക്ക് കഴിയില്ല. ഇത് സഹതാപമല്ലമ്മേ. ഞാൻ അവനോടൊപ്പം ആയിരിക്കുന്നുണ്ട് എന്റെ ലൈഫിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ. പക്ഷെ അവന് കാലില്ലാത്ത ഒരുത്തിനെ നീ എന്തിനാ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നേ? അച്ഛ, അവന് കാലുകളില്ല, പക്ഷെ അവനൊരു ഹൃദയമുണ്ട്. ആരാലെങ്കിലും സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു ഹൃദയം. മോളെ, നിന്റെ ഭാവി. എനിക്കിതിൽ കൂടുതലൊന്നും പറയാനില്ല. ഞാൻ ഇവിടെ വന്നത് ഓൾറെഡി ഒരു ഉറച്ച തീരുമാനമായിട്ടാണ്. നിന്നെ ചൂസ് ചെയ്യുന്നതിന് മുൻപേ ഞാൻ ഓൾറെഡി എല്ലാവരോടും ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞു. വേദി, നമുക്ക് ഇതിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നതാണ് നല്ലത്. നിന്റെ പാരന്റ്സ് പറഞ്ഞതാണ് ശരി. എനിക്ക് ഒരിക്കലും നിനക്കൊരു നോർമൽ ലൈഫ് തരാൻ സാധിക്കില്ല. കുട്ടികൾ, ഫാമിലി വേണ്ട ഒന്നും. നിനക്ക് ഉറപ്പിച്ച് പറയാമോ നിനക്ക് എന്നോടൊന്നും ഇല്ലെന്ന്? നീ എന്നെ സ്നേഹിക്കുന്നില്ലെന്ന്? നീ എന്തിനാ ഇങ്ങനെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നേ? Because I am tired, സൂരജ്. ഞാൻ ഒരാളെ തേടി വന്നു, പക്ഷെ വഴിയിൽ മറ്റൊരാളെ സ്നേഹിച്ചു. ഇപ്പോൾ ആ മനുഷ്യൻ തന്നെ എന്നോട് വിട്ടിട്ട് പോവാൻ പറയുകയാണ്. ഞാൻ എന്താ ചെയ്യണ്ടേ? വേദ, നീ ഹരിയെ ഡിസർവ് ചെയ്യുന്നു. റിയൽ സീക്കെ അവനാണ്, നീ ആദ്യമേ തേടിയ മനുഷ്യൻ. Stop it. ഇപ്പോൾ നിനക്ക് മനസ്സിലായിട്ടേ? ഞാൻ ഹരിയെ തേടിയാണ് വന്നത്, പക്ഷെ ഞാൻ നിന്നിലാണ് നിന്നുപോയത്. വേദ, എനിക്ക് പേടിയുണ്ട്. നീ ഇപ്പോൾ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നു. ഒരുപക്ഷെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ ഒരു ദിവസം നീ തളർന്നു പോയാൽ എനിക്ക് നോർമൽ ലൈഫ് മിസ് ചെയ്താ? നിനക്കറിയാമോ എനിക്ക് ഫ്യൂച്ചറിൽ ഏറ്റവും പേടിയുള്ളത് എന്താണെന്ന്? നീ ഇല്ലാത്തൊരു ജീവിതം. അതെനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല. ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു നിന്നെ മാറ്റാൻ. ബട്ട് നീയാണ് ശരിക്കുള്ള പെണ്ണ്. എനിക്ക് നിന്നെ വേണം. മറ്റൊന്നിനെ പറ്റി ഞാനിപ്പോ ചിന്തിക്കുന്നില്ല. പ്ലീസ്, എന്നെ വിട്ട് പോകരുത്. Never. ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇവൾ എന്റെ അക്ഷരങ്ങളെ ഇഷ്ടപ്പെട്ടു, പക്ഷെ സ്നേഹിച്ചത് നിന്നെയും. കാരണം ഞാൻ എന്റെ അക്ഷരങ്ങളിൽ കൂടി ലോകത്തിന് പകർന്നു കൊടുത്തത് നിന്നെയായിരുന്നൂടാ. നിന്റെ വേദനകളായിരുന്നു. എഴുതിയത് ഞാനാണെങ്കിലും ഇവൾ ആ വരികളിലൂടെ അറിഞ്ഞത് നിന്നെയായിരുന്നു. നിങ്ങളാണ് ഒന്നു ചേരേണ്ടവർ. ഹരി. നോ സൂരജ്. വേദ സീക്കയെ തേടി എവിടെ എത്തിയത്, പക്ഷെ അവളുടെ കണ്ണുകൾ നിന്നെയായിരുന്നു അന്വേഷിച്ചത്. ഒരുപക്ഷെ ദൈവത്തിന്റെ പ്ലാൻ ആയിരിക്കാം. വേദ, എനിക്ക് തന്നോട് ഒരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. ഇവനെ ഒറ്റയ്ക്കാക്കരുത്. അത്രയേറെ അനുഭവിച്ചവനാ എന്റെ ഈ കൂട്ടുകാരൻ. തന്നോടുള്ള ഓരോ നിമിഷത്തിലും ആ പഴയ സൂരജിനെ ഇവന്റെ കണ്ണുകളിൽ ഞാൻ കാണുമായിരുന്നു. സോ താങ്ക് യു. സോ നിനക്ക് ഉറപ്പാണോ? ബിക്കോസ് എന്റെ ലൈഫിലേക്ക് ഒരു വട്ടം കയറിയ പിന്നെ നിനക്ക് അത്ര എളുപ്പം പോകാൻ പറ്റത്തില്ല. ഞാൻ വിടില്ല. Idiot. എനിക്ക് പോവണ്ടെങ്കിലോ? എന്താ പറഞ്ഞേ? എനിക്ക് പോവണ്ടെന്ന്. ഈ ചെറുക്കനെ വിട്ട് ഞാൻ പോവില്ലെന്ന്. സോ ഒഫീഷ്യലായിട്ട് ചോദിക്കട്ടെ? എന്ത്? മിസ്റ്റർ ഫേക്ക് സീക്കെ, സൂരജ് മേനോൻ, will you be my boyfriend? Yes.